ഓ ചൊല്ലെഴും ഗണേശനും വാണിയും മുകുന്ദനും ചൊല്ലിന പൗരാണികാചാര്യനാം വ്യാസൻ താനും സ്വർലോകാധിപൻ മുമ്പാമാശാധിപതികളും വല്ലായ്മയൊഴിച്ചു ഭൂദേവദൈവതങ്ങളും കല്യാണം വളർത്തുവാൻ നാരദ മുനീന്ദ്രനും എല്ലാരും അനുഗ്രഹിച്ചിടുവാൻ വന്ദിക്കുന്നേൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ തൃപാദം ശരണം. മഹാവിഷ്ണുവിന്റെ 21ാമത്തെ അവതാരത്തെ പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. 20 അവതാരങ്ങൾ നാം നോക്കിക്കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ശ്രീകൃഷ്ണ അവതാരമാണ്. കാണാത്തവർക്കായി ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിൽ കൊടുക്കാം. ഈ വീഡിയോയിൽ 21ാമത്തെ അവതാരത്തെ പറ്റിയാണ് പറയുന്നത്, ശ്രീ ബുദ്ധന്റെ അവതാരം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ആനന്ദവല്ലി, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ആനന്ദാമൃതം കഥകളിലേക്ക് സുസ്വാഗതം. ശ്രീമദ് ഭാഗവത കഥകൾ നൈമിഷാരണ്യത്തിൽ സൂത ശൗനക സംഭാഷണത്തിലൂടെയാണല്ലോ അവതരിപ്പിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തിന് ശേഷം കലിയുഗം ആരംഭിച്ചു. കലിയുഗത്തിന്റെ ആരംഭത്തിൽ തന്നെ കലിയുടെ പ്രഭാവം കൊണ്ട് മനുഷ്യരാശി ഒരുപാട് കഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കി ശൗനകാദികൾ എല്ലാവരെയും കലിബാധയിൽ നിന്ന് രക്ഷിക്കുന്നതിനു വേണ്ടി മഹാസത്രം ആരംഭിച്ചു. ആ സത്രത്തിന്റെ ഇടവേളകളിലാണല്ലോ ഈ സംഭാഷണം നടന്നത്. ആ സംഭാഷണത്തിനിടയിലാണ് തുടക്കത്തിൽ തന്നെ ഭഗവാന്റെ 22 അവതാരങ്ങളെ പറ്റി പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ ഒരുപാടെണ്ണം ഉണ്ട്, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 22 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ സംഭാഷണത്തിന് മുൻപ് തന്നെ 20 അവതാരങ്ങൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞു. ഇനി 2 അവതാരങ്ങൾ കൂടിയാണ് ഉള്ളത്. ശ്രീ ബുദ്ധ അവതാരവും കൽക്കി അവതാരവും ഭാവിയിൽ നടക്കാൻ പോകുന്ന 2 അവതാരങ്ങളായാണ് ശ്രീമദ് ഭാഗവതത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. 5000 വർഷങ്ങൾക്ക് മുൻപേ ഉള്ള കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ശ്രീ ബുദ്ധന്റെ അവതാരം നടന്നത് 2500 വർഷങ്ങൾക്ക് മുൻപാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം 2500 വർഷത്തിന് ശേഷം നടന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ വസ്തുത ഈ അവതാരത്തിന്റെ ആധികാരികത വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നാം ശ്രീമദ് ഭാഗവതത്തെ പറ്റി വിചാരിക്കുമ്പോൾ, അതായത് അതിനെപ്പറ്റി പഠിക്കുമ്പോൾ, ബുദ്ധ അവതാരവും കഴിഞ്ഞു. നാം എല്ലാം ജനിക്കുന്നതിന് എത്രയോ മുൻപ് തന്നെ ശ്രീബുദ്ധ അവതാരം നടന്നു കഴിഞ്ഞു. അദ്ദേഹം നിർവ്വാണം പ്രാപിക്കുകയും ചെയ്തു. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്ന കൽക്കി അവതാരം മാത്രമാണ് ഇനി നടക്കാനുള്ളത്. ഭഗവാന്റെ ഓരോ അവതാരത്തിനും ഓരോ ലക്ഷ്യമുണ്ടല്ലോ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 3-ാം അധ്യായം 24-ാമത്തെ ശ്ലോകത്തിൽ ശ്രീ ബുദ്ധ അവതാരവും അവതാര ലക്ഷ്യവും പറയുന്നുണ്ട്. കലിയുഗം മുന്നോട്ട് പോകുമ്പോൾ, കലി കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുമ്പോൾ മനുഷ്യരെല്ലാം അധർമ്മികളായി തീരും. അവർക്ക് ഭഗവാനിലുള്ള വിശ്വാസം ഇല്ലാതെയാകും. വേദത്തെ തള്ളിപ്പറയും, ഭക്തി കുറയുകയും ദേവവിരോധികളാവുകയും ചെയ്യും. അപ്പോൾ ഭഗവാൻ കീകടദേശം എന്ന പ്രദേശത്ത് അജനൻ എന്ന രാജാവിന്റെ പുത്രനായി ശ്രീ ബുദ്ധനായി അവതരിച്ച് തന്റെ തത്വചിന്തകളിലൂടെ അവിശ്വാസികളെ പോലും മോഹിപ്പിച്ച് അവർക്ക് മാർഗദർശനം നൽകും എന്ന് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധൻ അവതരിച്ചത് കപിലവസ്തുവിലാണെന്ന്. കപിലവസ്തു എന്ന് പറയുന്ന പ്രദേശം ഉത്തർപ്രദേശത്തിൽ നേപ്പാളുമായി ഇന്ത്യ പങ്കിടുന്ന അതിർത്തി പ്രദേശത്താണ്. എന്നാൽ ഇപ്പോൾ ആ പ്രദേശം നേപ്പാളിലാണ്. നേപ്പാൾ സന്ദർശിക്കുന്ന വ്യക്തികളെല്ലാം ഈ ഭാഗങ്ങളെല്ലാം സന്ദർശിക്കാറുണ്ട്. ശ്രീ ബുദ്ധനെ പറ്റി ചെറിയ ക്ലാസ്സുകളിൽ തന്നെ നാം പഠിച്ചിട്ടുണ്ട്. ബുദ്ധൻ എന്ന പേര് ഒരു സ്ഥാന പേരാണ്. അതൊരു നാമധേയമല്ല, അതൊരു സ്ഥാനമാണ്. ഇംഗ്ലീഷിൽ ടൈറ്റിൽ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ സാങ്ക്യദേശത്തിന്റെ തലസ്ഥാനമായിരുന്നു അത്രേ കപിലവസ്തു.
അവിടെ ശുദ്ധോദന രാജാവിന്റെ പുത്രനായാണ് സിദ്ധാർത്ഥൻ ജനിച്ചതെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഗൗതമ ബുദ്ധൻ എന്നാണല്ലോ പിന്നീട് വിളിച്ചത്. നേരത്തെ സൂചിപ്പിച്ച ശ്ലോകത്തിൽ അജനന്റെ പുത്രനായി അവതരിക്കും എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ പിതാവിന്റെ പേര് ശുദ്ധോദനൻ എന്നാണ്. ഒരുപക്ഷെ അജനന്റെ മറ്റൊരു പേരായിരിക്കാം ശുദ്ധോദനൻ. ശ്ലോകത്തിൽ ജനിച്ച സ്ഥലത്തെ പറ്റി പറയുമ്പോൾ കീകടേഷു ഭവിഷ്യതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കീകട രാജ്യത്തിൽ ജനിക്കുമെന്ന്. കീകടം എന്ന പദത്തിന് ദരിദ്രമായ എന്ന ഒരു അർത്ഥമുള്ളതായി ഞാൻ മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ശ്രീബുദ്ധൻ അവതരിച്ച സ്ഥലം ഒരു ദരിദ്രമായ രാജ്യമായിരുന്നിരിക്കാം. കൂടുതൽ വിവരങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ദയവായി രേഖപ്പെടുത്തുക, എനിക്കും മനസ്സിലാക്കാമല്ലോ. ശുദ്ധോദനൻ ഒരു ജനകീയ രാജാവായിരുന്നു. അതായത് തിരഞ്ഞെടുത്ത പ്രതിനിധികളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രാജ്യം ഭരിച്ചത്. സിദ്ധാർത്ഥൻ ജനിച്ചപ്പോൾ ജാതക പ്രകാരം ഈ കുഞ്ഞ് ഒന്നുകിൽ ഒരു കീർത്തിമാനായ രാജാവാകും, അതല്ലെങ്കിൽ ഒരു സാധുവായി തീരും, സന്യാസിയായി തീരും എന്ന് പ്രവചിച്ചിരുന്നു. ശുദ്ധോദനന് സ്വന്തം പുത്രൻ രാജ്യം ഭരിക്കണമെന്നും സന്യാസിയായി പോകരുതെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ആ കാരണം കൊണ്ട് പുത്രനെ അധികം ആരുമായും ഇടപഴകാനായി അനുവദിച്ചില്ല. കൊട്ടാരത്തിന്റെ ഉള്ളിൽ തന്നെ വളർത്തി. വിവാഹവും കഴിഞ്ഞു, ഒരു കുഞ്ഞുമുണ്ടായി. പക്ഷെ അതിനുശേഷം സിദ്ധാർത്ഥന് പുറം ലോകത്തേക്ക് സഞ്ചരിക്കാനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള സന്ദർഭം ഉണ്ടായി. പുറം ലോകത്ത് ആളുകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും മരണവും ദുഃഖവും എല്ലാം സിദ്ധാർത്ഥൻ നോക്കിക്കണ്ടു. ഇതെല്ലാം സിദ്ധാർത്ഥന്റെ മനസ്സിനെ ഒരുപാട് ബാധിച്ചു. എങ്ങനെയാണ് മനുഷ്യരെ ഈ ദുഃഖത്തിൽ നിന്ന് കരകയറ്റുക എന്ന ചിന്തയായി അദ്ദേഹത്തിന്. തുടർന്ന് അദ്ദേഹം രാജധാനിയും സ്വന്തം ഭാര്യയെയും പുത്രനെയും എല്ലാം ഉപേക്ഷിച്ച് സത്യാന്വേഷിയായി പുറപ്പെട്ടു. ഇന്നത്തെ ബീഹാറിൽ ഗയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബോധിവൃക്ഷത്തിന്റെ ചുവട്ടിൽ, ബോധിവൃക്ഷം എന്ന് പറയുന്നത് ആൽവൃക്ഷമാണ്, അതിനു ചുവട്ടിൽ ഇരുന്ന് ധ്യാനിച്ച് കുറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധോദയം ഉണ്ടായി. ഇംഗ്ലീഷില് എൻലൈറ്റൻമെന്റ് എന്നൊക്കെ പറയുമല്ലോ, ജ്ഞാനം ഉണ്ടായി എന്നർത്ഥം. പിന്നീട് അദ്ദേഹത്തിൻ്റെതായ തത്വചിന്തകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. വേദത്തെയും ഭഗവാന്മാരെയും എല്ലാം തള്ളിപ്പറയുകയും ദ്വേഷിക്കുകയും എല്ലാം ചെയ്ത അവിശ്വാസികളായ ജനങ്ങൾ പോലും ശ്രീബുദ്ധന്റെ തത്വചിന്തകളിൽ ആകൃഷ്ടരായി. അവർ അതെല്ലാം പാലിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ബുദ്ധമതം എന്ന ഒരു ശാഖ തന്നെ രൂപം കൊണ്ടു. അദ്ദേഹം ഉപദേശിച്ച പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അഹിംസ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയും അതിൽ വിശ്വസിച്ചിരുന്നല്ലോ. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും ബുദ്ധമതം പ്രചരിച്ചു. വേദങ്ങളിൽ പറയുന്ന കഠിന തപസ്സോ ഉപാസനകളോ യജ്ഞങ്ങളോ ഒന്നും തന്നെ ശ്രീബുദ്ധൻ അംഗീകരിച്ചില്ല. അതൊന്നും ആവശ്യമില്ലാത്തതെന്നാണ് ശ്രീബുദ്ധൻ പ്രചരിപ്പിച്ചത്. എന്നാൽ അതേസമയം വിഷയസുഖങ്ങളിൽ അമിതമായി രമിച്ച് ജീവിതം നഷ്ടപ്പെടുത്തുന്നതും ശ്രീബുദ്ധൻ അംഗീകരിച്ചില്ല. ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു പാതയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അതുതന്നെ ആളുകൾക്ക് സ്വീകാര്യമായിരുന്നു. വേദങ്ങളിൽ തന്നെ മൃഗബലി ഉപേക്ഷിക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടത്രേ. നമ്മുടെ ആത്മാവ് മൃഗമാണ് എന്നുള്ള ഒരു സങ്കല്പമുണ്ടത്രേ. അതുകൊണ്ട് മൃഗബലി ഒഴിവാക്കണം എന്നുള്ള ആ തത്വം വേദങ്ങളിൽ ഉപദേശിക്കുന്നത് നമ്മുടെ ആത്മാവിനെ നാം നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടരുത് എന്നാണത്രേ. ശ്രീബുദ്ധനും മൃഗബലിക്ക് എതിരായിരുന്നു. എന്നാൽ ഒരു പ്രധാന സംഗതി, ബുദ്ധമതം സ്വീകരിച്ച് അതിൽ സന്യാസിമാരായി തീർന്നവരെ ബുദ്ധ ഭിക്ഷുക്കൾ എന്ന് പറയുമല്ലോ. ആ ബുദ്ധ ഭിക്ഷുക്കൾ ആരും ശ്രീബുദ്ധൻ ശ്രീഹരിയുടെ അവതാരമാണെന്ന് അംഗീകരിക്കുന്നില്ല. നാം ആ വിവാദങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ശ്രീമദ് ഭാഗവതത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ബുദ്ധ അവതാരത്തെ പറ്റി മാത്രമാണ് നാം ഇവിടെ പറയുന്നത്. മൗര്യവംശത്തിലെ അശോക ചക്രവർത്തി ബുദ്ധമതം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കാനായി
പല പ്രവൃത്തികളും ചെയ്തതായി എല്ലാം നമുക്ക് അറിയാം. ഗയ എന്ന സ്ഥലം ബുദ്ധഗയ എന്നാണല്ലോ അറിയപ്പെടുന്നത്. അവിടെ ഒരു ക്ഷേത്രവും വജ്രാസനവും എല്ലാം സഞ്ചാരികളെ ഒരുപാട് ആകർഷിക്കുന്നതാണ്. ശ്രീബുദ്ധന് ബോധോദയം ഉണ്ടായ സ്ഥലത്താണത്രേ ഈ വജ്രാസനം വെച്ചിരിക്കുന്നത്. പുരാതന കാലത്തെ ബോധിവൃക്ഷം നശിച്ചു പോയിട്ട് കേരളത്തിൽ നിന്ന് മറ്റൊരു വൃക്ഷം കൊണ്ടുപോയ കാര്യമെല്ലാം നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഭഗവാന്റെ ദശാവതാരം പറയുമല്ലോ, 10 പ്രധാനപ്പെട്ട അവതാരങ്ങൾ. ആ അവതാരങ്ങൾ പറയുമ്പോൾ തെക്കേ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ചെറിയ വ്യത്യാസം കാണുന്നുണ്ട്. തെക്കേ ഇന്ത്യയിൽ നാം ബുദ്ധാവതാരത്തെ പറ്റി പറയാറില്ല. എന്നാൽ വടക്കേ ഇന്ത്യയിൽ ബലരാമ അവതാരത്തിനു പകരം ബുദ്ധ അവതാരത്തെ പറ്റിയാണ് പറയുന്നത്. ബുദ്ധമതവും ഹിന്ദു മതവും രണ്ടും പഠിച്ചിട്ടുള്ള വ്യക്തികൾ പറയുന്നത് ശ്രീബുദ്ധൻ വേദങ്ങളെ തള്ളിപ്പറഞ്ഞതും അതിലെ ചില അനുഷ്ഠാനങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞതും കലിയുടെ പ്രഭാവം കാരണം ഇതിൽ നിന്നെല്ലാം അകന്നുപോയ വ്യക്തികളെ വല്ല വിധേനയും തിരിച്ച് ശരിയായ മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത്. വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഷെയർ ചെയ്യാനും ഒന്നും മടിക്കരുത്. നിങ്ങളുടെ പ്രോത്സാഹനം ഒരു വലിയ ഘടകമാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം നമോ ഭഗവതേ വാസുദേവായ.